കോഴിക്കോട് മൂടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കം. LDF വോട്ട് അസാധുവാണെന്നും അത് വരണാധികാരി വോട്ടായി പ്രഖ്യാപിച്ചു എന്നുമാണ് UDF ആരോപിക്കുന്നത്. നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായി LDFിലെ MP അഖിലയെ തെരഞ്ഞെടുത്തിരുന്നു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മിഥില, എന്താണ് മൂടാടിയിൽ ഇങ്ങനൊരു തർക്കത്തിനിടയാക്കിയ സംഭവം? പ്രജിൻ, ഞാനിപ്പോൾ ഉള്ളത് മൂടാടിയിലാണ്. മൂടാടി ഗ്രാമപഞ്ചായത്തിലാണുള്ളത്. ഇവിടെ UDF അംഗങ്ങൾ തന്നെയുണ്ട്. അവരോട് ചോദിച്ചു നോക്കാം എന്താണ് ഇന്നിവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന്. എന്താണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ന് സംഭവിച്ചത്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ക്രമപ്രകാരം ആരംഭിച്ച സമയത്ത് ബാലറ്റ് പേപ്പർ എല്ലാവർക്കും നൽകി. ഈ ബാലറ്റ് പേപ്പർ നൽകി 1, 2, 3 ക്രമപ്രകാരം വാർഡ് ക്രമപ്രകാരമാണ് ഈ ബാലറ്റ് പേപ്പർ നൽകുന്നത്. ആ ബാലറ്റ് പേപ്പർ നൽകിയപ്പോൾ 5-ാം വാർഡിലെ മിനി എന്ന് പറയുന്ന മെമ്പർ, CPMൻ്റെ മെമ്പറാണ്. അവർ വോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് എനിക്ക് വേറൊരു ബാലറ്റ് പേപ്പർ തരുമോ എന്ന് ചോദിച്ചു. അവർ റിട്ടേണിംഗ് ദിവസം പറഞ്ഞ് 20 ബാലറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ, അതിൽ അധികമൊന്നുമില്ല, തരാൻ പറ്റില്ല, വോട്ട് അസാധുവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ വോട്ട് വാങ്ങി വെച്ചു. ബാക്കിയെല്ലാം ക്രമപ്രകാരം വോട്ട് ചെയ്തു വരികയാണ്. വോട്ട് ചെയ്ത് വന്നപ്പോൾ പിന്നെ അതിനുശേഷം വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിച്ചു. വോട്ടെണ്ണൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ ഈ വോട്ട് 5-ാം വാർഡിലെ മെമ്പറുടെ മിനിയുടെ വോട്ട് ബാലറ്റ് പേപ്പർ എടുത്തപ്പോൾ അത് അസാധുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർ മാറ്റിവെച്ച് അസാധു പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ CPMൻ്റെ മെമ്പർമാർ ഇടപെട്ട് ഇത് സാധുവാണ്, അസാധുവല്ല, അവിടെ നിന്ന് നിങ്ങൾ വിളിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ മറ്റേ ആരെയൊക്കെ വിളിച്ച് മുകളിൽ നിന്നുള്ള സമ്മർദ്ദപ്രകാരം ഈ അസാധു എന്ന് പറയുന്ന വോട്ട് സാധുവാക്കി പ്രഖ്യാപിച്ചു. അങ്ങനെ സമാസമായി വീണ്ടും നറുക്കെടുപ്പിലൂടെ CPMൻ്റെ മെമ്പർ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായത്. ഇത് തികച്ചും അന്യായമാണ്. അസാധുവായ ഒരു വോട്ട് സാധുവാക്കി വീണ്ടും പ്രഖ്യാപിക്കുന്നത് മേൽഘടകത്തിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നല്ലേ നിങ്ങൾ റദ്ദാക്കണമെന്നാണ്, തീർച്ചയായും റദ്ദാക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. റദ്ദാക്കണമില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടിയെ മുന്നോട്ട് പോകും. പ്രജിൻ, ഇതാണ് സംഭവിച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് UDF പരാതി നൽകിയിട്ടുണ്ട്. ഈ പ്രസിഡന്റ്, അതായത് മൂടാടി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാണ് ഇവരിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ തന്നെ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ആ സംഘർഷാവസ്ഥ പരിഗണിച്ച് ഇവിടെ പോലീസിനൊക്കെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള നിലവിലിപ്പോൾ സ്ഥിതി ശാന്തമാണ്. എന്നിരുന്നാൽ പോലും UDFൻ്റെ ഒരു ആവശ്യം എന്നത് നിലവിൽ രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അത് റദ്ദാക്കണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവർ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രജിൻ, മിഥില ബാലനാണ് കോഴിക്കോട് മൂടാടിയിൽ നിന്നും വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.